Hello friends, welcome back once again. Today I am going to talk about the uses of being. This is also a requested video by Vinod Nair. So let's start. Being. Being be എന്ന വേർബിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റായി ഭംഗിയോടെ സംസാരിക്കാൻ ബീയിങ് എന്ന വേർഡിൻ്റെ ഉപയോഗങ്ങൾ വളരെ ഉപകരിക്കും. പ്രധാനമായും 4 യൂസസ് 4 ഉപയോഗങ്ങളാണ് ബീയിങ് എന്ന വേർഡ് കൊണ്ട് ഉള്ളത്. അവയിൽ ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അറ്റ് ഫസ്റ്റ് ബീയിങ് ഒരു ജെറണ്ടായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വേർബിൻ്റെ കൂടെ ING ഫോം ചേർത്ത് അതിനെ നൗണായിട്ട് ഉപയോഗിക്കാം. അതായത് ബി എന്ന വേർബിൻ്റെ കൂടെ ING ചേർത്ത് ബീയിങ്, പക്ഷെ അത് ഉപയോഗിക്കുന്നത് വേർബായിട്ടല്ല നൗണായിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾസ്, ഐ ആം യുവർ മദർ, ഐ ഫോർഗീവ് യു. ഇത് 2 സെൻറ്റൻസാണ്. ഐ ആം യുവർ മദർ, ഞാൻ നിൻ്റെ അമ്മയാകുന്നു. ഐ ഫോർഗീവ് യു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. ഇതിനെ ഒറ്റ സെൻറ്റൻസ് ആക്കണം. അതായത് അമ്മയായതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്നാണ് പറയേണ്ടത്. അതിന് ഐ ആം യുവർ മദർ എന്നുള്ള സെൻറ്റൻസിനെ നമുക്ക് ബീയിങ് യുവർ മദർ എന്നാക്കാം. ബീയിങ് യുവർ മദർ, അമ്മയായതുകൊണ്ട്. ഐ ഫോർഗീവ് യു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. അപ്പോൾ ഐ ആം യുവർ മദർ എന്നുള്ളത് ബീയിങ് യുവർ മദർ എന്നായപ്പോൾ ഇവിടെ മീനിങ്ങിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഐ ആം യുവർ മദർ എന്ന് പറഞ്ഞാൽ ഞാൻ നിൻ്റെ അമ്മയാണ്, അതൊരു കംപ്ലീറ്റ് മീനിങ് അതിനുണ്ട്, ഒരു സെൻറ്റൻസാണ്. പക്ഷേ ബീയിങ് യുവർ മദർ എന്ന് പറയുമ്പോൾ ഞാൻ നിൻ്റെ അമ്മ ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നീട് പറയേണ്ടിയിരിക്കുന്നു. അതായത് സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഐ ഫോർഗീവ് യു എന്നും കൂടെ പറയുമ്പോൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി. ഐ ഫോർഗീവ് യു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. നിൻ്റെ അമ്മയായതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. അപ്പോൾ ഇതുപോലെ അമ്മയായതുകൊണ്ട് എന്നതിന് പകരം അച്ഛനായതുകൊണ്ട്, അല്ലെങ്കിൽ ടീച്ചറായതുകൊണ്ട്, ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട്, അതല്ലെങ്കിൽ സോൾജിയർ ആയതുകൊണ്ട്, ഒരു മോഡലായതുകൊണ്ട്, വൈഫായതുകൊണ്ട്, ഫ്രണ്ടായതുകൊണ്ട്, ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ബീയിങ് ഉപയോഗിക്കാം. അപ്പോൾ നോക്കൂ, ടീച്ചർ ആയതുകൊണ്ട് എങ്ങനെ പറയും? ബീയിങ് എ ടീച്ചർ, ടീച്ചർ ആയതുകൊണ്ട്. ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് ബീയിങ് ആൻ ഇന്ത്യൻ, ഇന്ത്യക്കാരനായതുകൊണ്ട്. ബീയിങ് എ സോൾജിയർ, ഒരു പട്ടാളക്കാരനായതുകൊണ്ട്. ബീയിങ് എ മോഡൽ, ഒരു മോഡലായതുകൊണ്ട്. ബീയിങ് എ ഫ്രണ്ട്, ഒരു ഫ്രണ്ടായതുകൊണ്ട്. ബീയിങ് മൈ വൈഫ്, എൻ്റെ വൈഫായതുകൊണ്ട്. ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല, ഇങ്ങനെ പറഞ്ഞു നിർത്താനായിട്ട് പറ്റില്ല. ഇനി ബാക്കിയുള്ളതും കൂടെ പറഞ്ഞാലേ സെൻറ്റൻസ് പൂർണ്ണമാവുകയുള്ളൂ. അതായത് ഇവിടെ ബീയിങ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് എന്നാണ് മീനിങ്, അല്ലാതെ ഞാനൊരു ടീച്ചർ ആണ് എന്നല്ല. ഐ ആം എ ടീച്ചർ എന്നുള്ളതിന് പകരമായിട്ട് ബീയിങ് എ ടീച്ചർ എന്ന് പറയാൻ പാടില്ല. ബീയിങ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട്. സെൻറ്റൻസ് പൂർത്തിയാക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഐ ക്യാൻ ടീച്ച് യു, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും. ബീയിങ് എ ടീച്ചർ ഐ ക്യാൻ ടീച്ച് യു, ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും. ബീയിങ് ആൻ ഇന്ത്യൻ, ഇന്ത്യക്കാരനായതുകൊണ്ട് യു റെസ്പെക്റ്റ് യുവർ കൺട്രി, നീ നിൻ്റെ രാജ്യത്തെ ബഹുമാനിക്കണം. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ബീയിങ് ആൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരനായതുകൊണ്ട് എന്നാണ് മീനിങ്, അല്ലാതെ ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് എന്ന് മീനിങ് ഇല്ല. ബീയിങ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ ആയതുകൊണ്ട്, ഞാൻ ടീച്ചർ ആയതുകൊണ്ട് എന്നല്ല മീനിങ്, അതും കൂടെ ശ്രദ്ധിക്കണം. ബീയിങ് എ സോൾജിയർ, പട്ടാളക്കാരനായതുകൊണ്ട് ഹി ഈസ് വെരി ബ്രേവ്, അവൻ വളരെ ധൈര്യമുള്ളവനാണ്. ബീയിങ് എ മോഡൽ ഷീ ഈസ് സ്ലിം ആൻഡ് ബ്യൂട്ടിഫുൾ, മോഡലായതുകൊണ്ട് അവൾ മെലിഞ്ഞതും സുന്ദരിയുമാണ്. ബീയിങ് എ ഫ്രണ്ട് ഐ വിൽ ഓൾവേസ് ഹെൽപ്പ് യു, ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ നിന്നെ എല്ലായ്പ്പോഴും സഹായിക്കും. ബീയിങ് മൈ വൈഫ്, ഇവിടെ മൈ വൈഫ് എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഭാര്യയായതുകൊണ്ട്. ബീയിങ് എ വൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യയായതുകൊണ്ട്, അല്ലെങ്കിൽ ഭാര്യ എന്ന നിലയിൽ.
ഇവിടെ ബീങ് മൈ വൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയായതുകൊണ്ട് യു ഷുഡ് സ്റ്റാൻഡ് ബൈ മീ, എന്നോടൊപ്പം നീ നിൽക്കണം. ഇനി ഇങ്ങനെ ചോദിക്കാം, ഡു യു ലൈക്ക് ബീയിങ് എ ടീച്ചർ? ഒരു ടീച്ചറാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഡസ് ഷീ ലൈക്ക് ബീയിങ് എ ഡോക്ടർ? ഒരു ഡോക്ടറാവാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഹീ ഡസൻ ലൈക്ക് ബീയിങ് ആൻ എഞ്ചിനീയർ. ഒരു എഞ്ചിനീയർ ആവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഐ വിഷ് ബീയിങ് എ റോക്ക് സ്റ്റാർ. ഒരു റോക്ക് സ്റ്റാർ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ദ മോസ്റ്റ് പവർഫുൾ ബീയിങ് ഇൻ ദി യൂണിവേഴ്സ്. ഇതെവിടെയെങ്കിലും കേട്ടതായിട്ട് തോന്നുന്നുണ്ടോ? അലാദ്ദീൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഡയലോഗാണിത്. അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന അറബിക് കഥയുടെ ഇംഗ്ലീഷ് മൂവിയാണ് അലാദ്ദീൻ. അടുത്ത ഡയലോഗ്സൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ഡയലോഗ്സാണ്. ഇംഗ്ലീഷ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ഇംഗ്ലീഷ് കേൾക്കുക എന്നുള്ളൊരു പ്രോസസ്സും കൂടെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്തരം സിനിമകൾ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഡയലോഗ് ആ സിനിമയിലെ വില്ലൻ പറയുന്നതാണ് ക്ലൈമാക്സിൽ. ഭൂതത്തിനോട് 3 ആഗ്രഹങ്ങളാണ് ചോദിക്കാൻ പറ്റുക ഒരാൾക്ക്. അപ്പോൾ അതിൽ വില്ലൻ ചോദിക്കുന്ന 3ാമത്തെ ഫൈനൽ വിഷാണിത്. ഐ വിഷ് ദ മോസ്റ്റ് പവർഫുൾ ബീയിങ് ഇൻ ദി യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായ ഒരാളായി എനിക്ക് മാറണം എന്നാണ് പറയുന്നത്. ദ മോസ്റ്റ് പവർഫുൾ ബീയിങ്. ബീയിങ്ങിൻ്റെ മറ്റൊരു ഉപയോഗം പാസീവ് വോയിസിലാണ്. കണ്ടിന്യൂസ് ടെൻസിലുള്ള പാസീവ് വോയിസിലാണ് ബീയിങ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾസ്, ദ മെക്കാനിക് ഈസ് സർവീസിങ് ദ കാർ. മെക്കാനിക് കാർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ള ഒരു ആക്റ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ദ കാർ ഈസ് ബീയിങ് സർവീസ്ഡ്. കാർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആര് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് സബ്ജക്റ്റിനേക്കാൾ പ്രാധാന്യം ഒബ്ജക്റ്റിനാണ്. ഇങ്ങനെ ഒബ്ജക്റ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പറയുന്ന സെൻറ്റൻസുകളാണ് പാസീവ് വോയിസ്. ക്ലോത്ത്സ് വെയർ ബീയിങ് വാഷ്ഡ്. വസ്ത്രങ്ങൾ അലക്കുകയായിരുന്നു. ഇവിടെ ആരലക്കുന്നു എന്നുള്ളതിന് പ്രാധാന്യമില്ല. ഇവിടെ ക്ലോത്ത്സ് വെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തുണികൾ അലക്കുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസിലുള്ള സെൻറ്റൻസാണ്. അപ്പോൾ പ്രസൻറ്റോ പാസ്റ്റോ കണ്ടിന്യൂസിലുള്ള പാസീവ് വോയിസ് സെൻറ്റൻസുകളിലാണ് ബീയിങ് ഉപയോഗിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റെഫറൻസിന് ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന വീഡിയോ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി ബീയിങ് എന്ന വേർഡ് ബിഹേവിങ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾസ്, ഹി വാസ് ബീയിങ് റൂഡ് ടു ദ ഗസ്റ്റ്. അവൻ ഗസ്റ്റിനോട് മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. ഇവിടെ ഇയാളുടെ സ്വഭാവത്തിൽ വന്ന ഒരു സഡൻ ചേഞ്ചാണ് ഈ റൂഡ് പേഴ്സണാലിറ്റി എന്നത്. ആക്ച്വലി ഇയാളൊരു ഗുഡ് പേഴ്സണാലിറ്റിയാണ്. പക്ഷേ ഗസ്റ്റിന് മുമ്പിൽ അങ്ങനെ ബിഹേവ് ചെയ്തു, ഒരു റൂഡായിട്ട് ബിഹേവ് ചെയ്തു. ഇങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന സ്വഭാവത്തിലുള്ള ചേഞ്ചസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബീയിങ് ഉപയോഗിക്കുന്നത്. മൈ ചൈൽഡ് ഈസ് ബീയിങ് സോ നോട്ടി ടുഡേ. ഇന്ന് എൻ്റെ കുട്ടി വളരെയധികം വികൃതി കാണിക്കുന്നു. ആക്ച്വലി എൻ്റെ കുട്ടി ഒരു വികൃതി കാണിക്കുന്ന കുഞ്ഞല്ല, പക്ഷെ ഇന്ന് അവൾ വളരെ നോട്ടിയായിട്ട് ബിഹേവ് ചെയ്യുന്നു. വൈ ആർ യു ബീയിങ് സോ ക്രൂവൽ? നിങ്ങൾ എന്തിനാണ് ഇത്ര ക്രൂരത കാണിക്കുന്നത്? ആക്ച്വലി അയാൾ ഒരു ക്രൂരനായ വ്യക്തിയല്ല, പക്ഷെ ഇപ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരു ക്രൂരനായിട്ട് പെരുമാറുന്നത് എന്നാണ് ചോദിക്കുന്നത്. വൈ ആർ യു ബീയിങ് എ ഫൂൾ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു വിഡ്ഢിയായിട്ട് പെരുമാറുന്നത്? വൈ ആർ യു ബീയിങ് സില്ലി? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അല്പനായി പെരുമാറുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്ര നിസ്സാരനായിട്ട് പെരുമാറുന്നത്? ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ ക്യാരക്ടർ അത് അവരുടെ സ്ഥിരമായ ക്യാരക്ടർ അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കാം അവരുടെ ശരിയായ ക്യാരക്ടർ. പക്ഷെ ഇപ്പോൾ അവർ അങ്ങനെ പെരുമാറുന്നു. ഒരു സഡൻ ചേഞ്ച് അവരുടെ ക്യാരക്ടറിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് ബീയിങ് ഉപയോഗിക്കുന്നത്. അതായത് യു ആർ റൂഡ് എന്ന് പറഞ്ഞാൽ നീ ഒരു മോശക്കാരനാണ്. യു ആർ ബീയിങ് റൂഡ് എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ ഒരു മോശക്കാരനായിരിക്കുകയാണ്. യു ആർ എ ഫൂൾ എന്ന് പറഞ്ഞാൽ നീ ഒരു വിഡ്ഢിയാണ്, നീ എപ്പോഴും വിഡ്ഢിയാണ്. എന്നാൽ യു ആർ ബീയിങ് എ ഫൂൾ എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ ഒരു വിഡ്ഢിയായിരിക്കുകയാണ്.
അതായത് നേരത്തെ വിഡ്ഢിയായിരുന്നില്ല. ഓക്കെ, ക്ലിയർ? ഇനി ചില വേർഡ്സുകളുടെ കൂടെ ബീയിങ് ചേർത്ത് പറയാറുണ്ട്. സ്റ്റോപ്പ് ബീയിങ്, ക്വിറ്റ് ബീയിങ്, എൻജോയ് ബീയിങ്, അവോയ്ഡ് ബീയിങ്, ഹെയ്റ്റ് ബീയിങ്, ലവ് ബീയിങ് തുടങ്ങിയവ. സ്റ്റോപ്പ് ബീയിങ് റോഡ്, നിന്റെ ഈ പരുഷ സ്വഭാവം ഒന്ന് നിർത്ത്. ക്വിറ്റ് ബീയിങ് സോ ലേസി, നിന്റെ ഈ മടിയൊന്ന് ഉപേക്ഷിക്കുക. ഐ എൻജോയ് ബീയിങ് വിത്ത് യു, നിന്റെ കൂടെ ആയിരിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നു. അവോയ്ഡ് ബീയിങ് വിത്ത് ഹിം, അവൻ്റെ കൂടെയാവുന്നതൊന്ന് ഒഴിവാക്ക്. ഐ ഹേറ്റ് ബീയിങ് ലേസി, മടിയനായിരിക്കുന്നത് ഞാൻ വെറുക്കുന്നു. ഐ ലവ് ബീയിങ് വിത്ത് യു, നിന്നോടൊപ്പം ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ബീയിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.